ഷാരൂഖ് ഖാൻ്റെ ചിത്രമാണ് വരയ്ക്കുന്നത്. അത് കണ്ണാണ് വരയ്ക്കുന്നത്. കണ്ണിനോട് ചേർന്നാണ് പിരികം ഉള്ളത്. ഇത് മൂക്കാണ് വരയ്ക്കുന്നത്. അടുത്ത ലിപ്സാണ് വരയ്ക്കുന്നത്. അടുത്ത് ചെവിയാണ് വരയ്ക്കുന്നത്. അടുത്തത് ഈ ചെവിയും അതിന് ഫേസ് ഒന്ന് താഴ്ത്തി വരയ്ക്കണം. അടുത്തായി ഇവിടെ ഒന്ന് കറുപ്പിച്ച് കൊടുക്കാം. കഴുത്ത്, അടുത്തായി തലമുടി വരയ്ക്കാണ്. തലമുടി ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇവിടെ അല്പം ഒരു മുടി കിടക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തതായി ഒരു ലേഡിയാണ് വരയ്ക്കുന്നത്. ഒരു ലേഡിയാണ് വരയ്ക്കുന്നത്. ലേഡി ഇങ്ങനെ ആദ്യം കണ്ണ് തന്നെയാണ് വരയ്ക്കുന്നത്. പിരികം, കണ്ണ്, മൂക്ക്, ചുണ്ട്, ചെവി, പിന്നെ ആ ചെവി ചെറുതായിട്ടൊരു അടയാളം കൊടുത്തിരുന്നാൽ മതി. വേണമെങ്കിൽ കമ്മൽ വരച്ചു കൊടുക്കാം. അടുത്ത് ഇനി ഇങ്ങനെ മുടി ഇങ്ങനെ ഉണ്ട്. മുടി ഇങ്ങനെ ബാക്കിൽ കെട്ടിയിട്ടുണ്ട്. അടുത്തായി കഴുത്താണ്. അടുത്തായി നമുക്ക് കൈ ഒന്ന് വരച്ചു കൊടുക്കാം. കൈ അതിൻ്റെ കാലിലാണ് വരച്ചിരിക്കുന്നത്. കാല് വരച്ചു കൊടുക്കാം. ചെരുപ്പ് വരയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ കാല് ചെരുപ്പും വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് കൈയാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ വരച്ചു കൊടുക്കാം. കയ്യിലൊരു ആപ്പിൾ വരച്ചിരിക്കുകയാണ്. അടുത്തതായിട്ടൊരു ഗേളാണ് വരയ്ക്കുന്നത്. Who is this? Guess the girl. അടുത്തതായി കണക്കിലെ കളികളാണ്.
ഇത് എളുപ്പം നമുക്ക് കണക്ക് പഠിക്കാനുള്ള ഒരു സൂത്രം പറഞ്ഞു തരാം. ഇത് 1. ഏത് സംഖ്യയുടെ കൂടെ നമ്മൾ 1 കൂട്ടിയാലും തൊട്ടടുത്ത സംഖ്യ കിട്ടും. ഈ 1ൻ്റെ കൂടെ തന്നെ 1 + 1 2 കിട്ടിയില്ലേ? അടുത്ത് 2 കിട്ടി. 1 + 1 = 2. അടുത്തതായിട്ട് 10 + 1. 10 + 1 കൂട്ടിയാൽ എത്രയാണ്? 11. 10 + 1 കൂട്ടിയാൽ 11 ആണ്. അടുത്തതായിട്ട് 10 + 2 കൂട്ടിയാലോ 12 കിട്ടും. അടുത്തതായിട്ട് കുറച്ചുകൂടെ വലിയ സംഖ്യ കൂട്ടാൻ പോകുന്നത് 10 + 5 15 കിട്ടി അല്ലേ? അപ്പോൾ ഇതേപോലെ നമ്മൾ ഏത് സംഖ്യയുടെ ഈ 0 ഉള്ള ഏത് സംഖ്യയുടെ കൂടെയും നമ്മൾ 5ഓ 2ഓ കൂട്ടിയാൽ ആ സംഖ്യയും ആ 0യുടെ സ്ഥാനത്ത് ഈ സംഖ്യ ആദേശം ചെയ്യും. അങ്ങനെ ആ സംഖ്യയും കൂടി ചേർന്ന് പറയാൻ പറ്റും. അത് 18 ആണ്. 18 എങ്ങനെ കിട്ടി? 10 + 8 ആണ് 18 കിട്ടിയത്. അടുത്ത ഒരു സംഖ്യ 19 എങ്ങനെ കിട്ടി? 19 എങ്ങനെ കിട്ടി? 10 + 9 ആണ് 19 ആയത്. അപ്പോൾ ഏത് സംഖ്യയുടെ കൂടി ഏത് 0 ഉള്ള ഏത് സംഖ്യയുടെ കൂടി നമ്മൾ വേറൊരു സംഖ്യ നോക്കാം. 20 ആണ്. 20 + 1 എത്രയാണ്? 21. 20 + 1 = 21. അടുത്ത 20 + 2 എത്രയാണ്? 20 + 2 = 22. അടുത്ത 40 നമുക്ക് എടുക്കാം. 40 + 5 = 45. മനസ്സിലായോ? അപ്പോൾ ഈ 0യുടെ 0യുടെ സ്ഥാനത്ത് ഈ 5 ആദേശം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 45 ആണ്. അപ്പോൾ ഏത് സംഖ്യയുടെ 90യുടെ കൂടെ നമ്മൾ 4 കൂട്ടിയാലും 94. അപ്പോൾ ഈ 0 നമ്മൾ മാച്ച് കളഞ്ഞിട്ട് ഈ 4 എടുത്ത് അവിടെ ഇടും. നേരെ അങ്ങ് 4 എടുത്ത് അവിടെ ഇട്ട് 94 ആക്കും. അപ്പോൾ അടുത്തതായിട്ട് ഏറ്റവും വലിയ ഒറ്റ സംഖ്യ ഏതാണെന്ന് അറിയാമോ? ഏറ്റവും വലിയ ഒറ്റ സംഖ്യ 1 ആണ്. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ. ഏറ്റവും വലിയ ഒറ്റ സംഖ്യ ഏതാണ്? 9. 1 ആണ് ചെറുത്. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ 1 ആണ്. ഏറ്റവും വലിയ ഒറ്റ സംഖ്യ 9 ആണ്. അടുത്തതായിട്ട് ഏറ്റവും വലിയ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയാണ് പറയാൻ പോകുന്നത്. ഏറ്റവും വലിയ ഒറ്റ സംഖ്യ 9 ആണെങ്കിൽ ഏറ്റവും വലിയ ഒറ്റ സംഖ്യ ഏതാണ്? 100ന് മുമ്പുള്ള 99 ആണ് ഏറ്റവും വലിയ ഇരട്ട സംഖ്യ. ഇത് ഇരട്ട സംഖ്യ 100ന് മുൻപുള്ള ഒരു സംഖ്യയാണ് ഇരട്ട സംഖ്യ. 100 ആയാൽ നമുക്കത് 3 അക്ക സംഖ്യ എന്ന് പറയാം. ഇത് ഏറ്റവും വലിയ 2 അക്ക സംഖ്യയാണ്. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏതാണ്? 1. ഏറ്റവും വലുത് ഒറ്റ സംഖ്യ 9. ഏറ്റവും വലിയ ഇരട്ട സംഖ്യ 99. അടുത്ത ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയാണ് 100. ടെന്നിന് ബിഫോറുള്ള സംഖ്യ ഏതാണെന്ന് പറയാമോ? 10ന് ബിഫോറുള്ള സംഖ്യ 9 ആണ്. 10ന് ബിഫോറുള്ള സംഖ്യ 9 ആണ്. 9 കഴിഞ്ഞിട്ടേ 10 വരുള്ളൂ. 10 ആഫ്റ്റർ സംഖ്യ ഏതാണ്? 11. അതേപോലെ തന്നെ 10ന് മുൻപുള്ള സംഖ്യ
9 ആണെങ്കിൽ 10ന് ശേഷം വരുന്നത് 11, 12, 13, 14 അങ്ങനെ പോവും. അടുത്ത് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയാണ് 100. ബിഫോർ 100 എത്രയാണെന്ന് പറയാമോ? 99. ബിഫോർ 100 99. ആഫ്റ്റർ 100 101. ഓക്കെ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.